വാർത്ത കാണുന്നുണ്ടായിരുന്നു. എനിക്കെതിരെ മ്യൂസിയം പോലീസ് പോക്സോ കേസിൽ FIR ഇട്ടു എന്ന്. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ അന്വേഷിച്ചു. ഞാൻ 33.5 വർഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന വ്യക്തിയാണ്. ക്ഷമിക്കണം, ഒരു ചുമയാണ്. ശരി, അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ 33.5 വർഷം കേരള പോലീസിൽ ജോലി ചെയ്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആണ്. അതുപോലെ 2012 പോക്സോ ഇറങ്ങിയപ്പോൾ വളരെയധികം സന്തോഷിച്ചിരുന്ന ഒരാളാണ്. കുട്ടികൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും വളരെയധികം പ്രവർത്തിച്ചിരുന്ന ഒരാളുമാണ്. പ്രത്യേകിച്ച് നിർഭയ സ്കീം വന്നപ്പോൾ അതിൻ്റെ നോഡൽ ഓഫീസറായിരുന്നു. ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നതിൽ ഞാൻ അറിഞ്ഞത് 2020-21 ഞാൻ ചെയ്ത ഒരു വീഡിയോ, സസ്നേഹം ശ്രീലേഖ എന്ന ചാനലിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പേര്, പീഡനത്തിനിരയായി മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ കിളിരൂർ കേസാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ആ കേസ് ഞാൻ നേതൃത്വം നൽകിയ ടീമാണ് അന്വേഷിച്ചത്. അതിൽ എല്ലാ ശിക്ഷിക്കുകയും ചെയ്തു. കേരള പോലീസ് അന്വേഷിച്ച് പിന്നീട് CBIക്ക് കൈമാറിയ കേസാണ്. ആ കേസിലെ പെൺകുട്ടി നമ്മുടെ FIRനകത്ത് മൈനർ എന്നാണ് എഴുതിയിരുന്നതെങ്കിലും അന്വേഷണത്തിലെ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായതാണ് എന്ന് വെളിവായിട്ടുണ്ട്. ആ കുട്ടി മരണപ്പെടുമ്പോൾ അതിൻ്റെ പ്രായം 2003 എൻ്റെ ഓർമ്മ. 2002 രജിസ്റ്റർ ചെയ്ത കേസ് 2003 പെൺകുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ പ്രായം 20 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ചെറിയ കുട്ടി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ധാരണ പൊതുവെ വന്നത്. അതുകൊണ്ട് ആ കുട്ടി മൈനർ അല്ല, 18 വയസ്സിന് മുകളിലുള്ളതായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് പോക്സോ കേസ് ഇതിനകത്ത് നിൽക്കില്ല. അപ്പോൾ പോക്സോ കേസ് നിൽക്കില്ല എന്നുള്ള കാര്യം പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. കാരണം ഇതിപ്പോൾ ഒരു അഡ്വക്കേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് സിവിൽ റൈറ്റ്സ് ഫോറത്തിൻ്റെയോ മറ്റോ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസ് ഇപ്പോഴാണ്. അത് വ്യക്തി ഹത്യ നടത്താൻ വേണ്ടി ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയപ്പോൾ മുതൽ എനിക്കെതിരെ ഇതുപോലെയുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ, വ്യക്തിഹത്യകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഇലക്ഷൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും വേണം കുത്തിപ്പൊക്കാൻ വേണ്ടി കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അമ്മയും ഒരു സ്ത്രീയും ഒരു പോലീസ് ഉദ്യോഗസ്ഥയുമായിരുന്ന ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിക്കോ സ്ത്രീക്കോ പീഡനത്തിനിരയായ ഒരു വ്യക്തിക്ക് ദോഷകരമാവുന്ന ഒന്നും ചെയ്യുകയും ഇല്ല, ചെയ്തിട്ടുമില്ല. അതിൻ്റെ മനസ്സിൽ കൂടെ പോലും പോവില്ല. ഈ ഒരു സംഭവത്തിൽ ഈ കിളിരൂർ കേസിനകത്തെ ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം എല്ലാ മാധ്യമങ്ങളും നിങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം, ഇപ്പോഴും പല സ്ഥലത്തും അതിൻ്റെ പേരുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ വിക്കിപീഡിയ നോക്കിയാൽ പോലും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു പബ്ലിക് നോളജാണ്. എന്തുകൊണ്ടാണ് കോടതിയിലും കേസ് ഈ BNSലും പഴയ IPCയിലും ഇതുപോലെയുള്ള പീഡനത്തിനിരയായ വ്യക്തികളുടെ, സ്ത്രീകളുടെ പേര് വിവരം വെളിപ്പെടുത്തരുത് എന്നുള്ളത് എന്ന് അറിയാമോ എന്നറിയില്ല. അതിജീവിതയായിട്ടുള്ള ഒരു പെൺകുട്ടിക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്കും ഈ ഒരു വാർത്ത, ഒരു കുറ്റകൃത്യത്തിന് ഇരയായി എന്നുള്ള വാർത്ത സമൂഹത്തിൽ വളരെയധികം പ്രത്യാഘാതം സൃഷ്ടിക്കും. അതുകൊണ്ട് അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടും ഈ കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും കുടുംബത്തിനൊരു രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് പെൺകുട്ടിയുടെ അതിജീവിതകളുടെ പേര് വിവരം വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത്. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാർത്തയായ ശേഷം, മരണപ്പെടുന്ന ഒരു വ്യക്തിയോടുള്ള ആദര സൂചകമായി നമ്മൾ എല്ലാ വർഷവും മെഴുകുതിരികളും ആദരാഞ്ജലികളും അർപ്പിച്ചു പോകുന്ന ഒരു സമയമുള്ളപ്പോൾ ആ ഒരു വിവരം പുറത്തു പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേര് പുറത്തു വരുന്നത് ആരെയും മാനസികമായി, അല്ലെങ്കിൽ ആ കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു വിരോധം, ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. കൂടാതെ ഈ കേസിനകത്ത് ഇതിലൊന്നും പെടാത്ത ഒരു വ്യക്തി
ഒരു അഡ്വക്കേറ്റ്, ഒരു സാധാരണ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കോ ഒന്നും ഒരു പരാതി, ബന്ധുക്കൾക്കോ ഒന്നും ഒരു പരാതി ഉള്ളതായി കാണുന്നില്ല.